MT എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ സിനിമാകാരനോ അങ്ങനെയൊക്കെ ആയത് ഇപ്പം അങ്ങനെയൊന്നുമല്ല. എൻ്റെ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ്. ആദ്യമായിട്ട് ഇത് ഞാൻ കാണുന്നതിന് മുമ്പ് ഞാൻ MTയുടെ ഒരു ആരാധനയായിരുന്നു. സാഹിത്യകാരനായ MTയുടെ ഇവിടെ എല്ലാ കൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. നേരിട്ട് പരിചയപ്പെടുന്നത് മുറപ്പണിൻ്റെ ഷൂട്ടിംഗ് സമയത്താണ് അദ്ദേഹത്തെ കാണുന്നത് പരിചയപ്പെടുന്നത്. അതിനുശേഷം പിന്നെ വളരെ 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 അടുത്തു. അത് കഴിഞ്ഞ് ഞാൻ സിനിമാക്കാരനാണെന്നും MT സാഹിത്യകാരനാണെന്നുള്ള കാര്യമൊക്കെ മറന്നിട്ട് ഞങ്ങൾ ഏതായാലും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ എല്ലാ വർഷവും ഞാൻ MTയുടെ പിറന്നാളിൻ്റെ പുറകെ ഞാനുണ്ടാവും. എൻ്റെ പിറന്നാൾ ഞാൻ ഓടിക്കുമ്പോൾ MT പിന്നെ ഒരു കുറച്ച് നാൾ 3 മാസം നടക്കില്ല മുമ്പേ കൂടെ എത്താൻ പറ്റില്ല. ഇത്തവണയും അങ്ങനെ തന്നെ ഇന്നിപ്പോൾ MTയുടെ പിറന്നാളിന് ഞാനിപ്പോൾ എത്തി. പക്ഷെ ഞാനിങ്ങനെ അടുത്ത് ഞാൻ കൂടെ എത്താമെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഞാനവിടെ എത്തുമ്പോൾ MT 2-3 മാസം മുമ്പേ. അങ്ങനെ ഞാൻ MTയും കൂടെ കുറേ വർഷങ്ങളായിട്ട് മാസങ്ങളുടെ വ്യത്യാസത്തിൽ MT മുംബൈ, ഞാൻ മുംബൈയായിട്ട് കഴിഞ്ഞു. ശരിയാണ്. കുറേ നാളിങ്ങനെ ഓടി കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് MT തിരിഞ്ഞു പോകുമ്പോൾ എന്നെ കാണില്ല. ഞാൻ തറവാട്ടിൽ പോയിരിക്കും. സാരമില്ല, എല്ലാവർക്കും തറവാട്ടിൽ പോകാതെ നിർത്തില്ല. ഏതെങ്കിലും ഒരു കാലത്ത് MT തറവാട്ടിലേക്ക് വരുമ്പോൾ ഞാനവിടെ ഉണ്ടാവും MTയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അന്ന് അവിടുന്ന് ഓട്ടം തുടങ്ങിയ മുമ്പ് വന്ന് ഞാനായിരിക്കും കുറേ അനുകരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതായാലും വളരെ സന്തോഷമുള്ളൊരു മോമെൻ്റാണ് MTയെ കുറിച്ച് വേണ്ടി പറയാൻ സാധിക്കുന്നത്. വളരെ വളരെ അധികം MTയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ലെന്നാണ് ഞാൻ ഈ മുമ്പും പിൻപും ഓട്ടത്തിനെ കുറിച്ച് പറഞ്ഞത്. MT എൻ്റെ വീട്ടിലെ ഒരു അംഗമാണ്. ചുരുക്കം പറഞ്ഞാൽ എനിക്ക് ആ ഒരു മോളേ ഉള്ളൂ. അവളെ വിവാഹത്തിന് MT വന്നിരുന്നു. ഞാനന്ന് ചെയ്യേണ്ട ചടങ്ങുകളെല്ലാം കൽമണ്ഡപത്തിൻ്റെ അടുത്ത് നിന്ന് ചെയ്തത് MTയാണ്. അപ്പോൾ അറിയാതെ ഞങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിലാണ്. പിന്നെ ഞാനും വലിയ ഭക്തനല്ല, MT അങ്ങനെ വലിയ ഭക്തനല്ല. പക്ഷെ ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് ശബരിമലയിൽ പോയിട്ടുണ്ട്. ഇതിനങ്ങനെ പറഞ്ഞു വന്നാൽ വളരെ അധികം സിനിമ ലൊക്കേഷൻസിൽ വെച്ച് കണ്ടത്, അല്ലാതെ സുഹൃത്ത് വേദികളിൽ വെച്ച് കണ്ടത്, എൻ്റെ വീട്ടിലും MTയുടെ വീട്ടിലും വെച്ച് കണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അത് പറയാനുള്ള വേദിയല്ല. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. MT ഇനിയും ഇത്രയും വർഷങ്ങൾ ജീവിച്ചിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സാഹിത്യ വലിയ തുടരട്ടെ. നമുക്ക് ഇനിയും ധാരാളം കൃതികൾ സാഹിത്യത്തിലും സിനിമയിലും വീണ് കിട്ടാറുണ്ട്. അത് കിട്ടട്ടെ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കഴിച്ചു കൊടുക്കുന്നു.